എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഫോർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ ഹാജരായി വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 26-ാം തീയതിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാവിധ ഡോക്യുമെൻസും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. അതിനുശേഷം വേണ്ട ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. ഇനിയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകി അതിലും പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് നമ്പർ കാണാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻ, അതുപോലെ മെമോ എന്നിങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 4 എന്നാണ് ഉണ്ടായിരിക്കുക. അലോട്ട്മെൻറ്റ് നമ്പർ 1 പകരം ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 4ാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 4 എന്നാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഏത് ഓപ്ഷനാണ്, ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പേജ് വഴി മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു LBSൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ലോഗിൻ ചെയ്ത പേജിൽ സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അടുത്തതായിട്ട് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ്, അതുപോലെ ഫീ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പബ്ലിഷ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 4th അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, ഓപ്ഷൻ നമ്പർ, അതുപോലെ കോട്ട ഏതാണ്, അതുപോലെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഇന്നത്തെ ഡേറ്റ് എന്നിവ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം ആണ്, ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മെമ്മോ വന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം, 3rd അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ എടുക്കാനുള്ള ആ ഒരു ടൈമിൽ മെമ്മോ വന്നതാണ്. ഇവിടെ 4th അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4th അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മെമ്മോക്ക് പകരം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മെമ്മോ എന്ന് കാണാൻ പറ്റും. കാരണം ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ മെമ്മോ എന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണെങ്കിൽ അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത പേജിൽ പേയ്മെൻറ്റ് മെത്തേഡ് കാണിക്കും. പേയ്മെൻറ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ ചലാൻ ഓപ്ഷൻ ആയിരിക്കും. അവിടെ പ്രിൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് എടുത്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷനായിട്ടുള്ള UPI, അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം
അതായത് 24 മണിക്കൂറല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മോ വരുന്നതായിരിക്കും. നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട്, അതായത് നിങ്ങൾ അഡ്മിഷൻ നേടിയ ശേഷമോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടാതെയോ നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വേണ്ടത്, നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് വേണം. അതുപോലെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇനി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു പേജിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മെമ്മോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC BC OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു, അതായത് NCL, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, മറ്റേതെങ്കിലും റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ബോർഡ് നൽകുന്ന 3 മാസം കാലാവധി കഴിയാതെ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ ഒരു PD കോട്ടയിലുള്ളവർക്ക് മാത്രമേ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിനെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഒരു വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് പ്രത്യേകിച്ച് നിർബന്ധമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ 2 ഫോട്ടോ, അതുപോലെ തന്നെ ബാലൻസ് ഫീസ്, അതുപോലെ നിങ്ങളോട് കോളേജിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്, ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ കോളേജിൽ അടക്കേണ്ട ബാക്കി ഫീസ് ഉണ്ടാകും. അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 25,000 രൂപയാണ് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഫീസ് നിങ്ങൾ എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.